നടനും വിവിധ കാലങ്ങളിൽ വിവിധ പാർട്ടികളുടെ നേതാവായി മാറുകയും ചെയ്തിട്ടുള്ള ദേവൻ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് BJP-യിൽ നിന്ന് താൻ പിൻവാങ്ങിയതിന് ശേഷമാണ്. BJP-യിൽ നിന്ന് നേരിട്ടത് കടുത്ത അവഗണനയാണ് എന്നാണ് ദേവൻ പറയുന്നത്. ഒരു തരത്തിലും പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയില്ല, അവഗണിച്ചു, ഒഴിവാക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നു. എന്ന് മാത്രമല്ല, ആ സ്ഥാനത്തേക്ക് ശ്രീലേഖയെ പരിഗണിച്ചുവെന്നുകൂടി ദേവൻ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നല്ല പാർട്ടി വിടുന്നത്, പാർട്ടി കമ്മിറ്റികളിലോ യോഗങ്ങളിലോ പങ്കെടുക്കാത്തതിനാൽ ഫണ്ട് വിവാദങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും പിന്നീട് വിശദമായൊരു വാർത്താ സമ്മേളനം നടത്തുമെന്നും ദേവൻ വ്യക്തമാക്കി. ഞാൻ BJP-യിൽ നിന്നും റിസൈൻ ചെയ്തിരിക്കുന്നു. BJP-യുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും അതിൻ്റെ പ്രാഥമിക അംഗത്വവും ഞാൻ ഇതിനകത്ത് രാജിവെച്ചിരിക്കുകയാണ്. എനിക്ക് ഒരു സ്പേസ് കിട്ടിയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഈ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സ്പേസ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്കൊരു പൊളിറ്റിക്കൽ ലീഡർ ആയാലും ഒരു ഡോക്ടർ ആയാലും, ഒരു ഡോക്ടർക്ക് എന്ന് പറഞ്ഞാൽ നൈഫ് വേണം, സർജറിക്ക് ആവശ്യമുള്ള ടൂൾസ് വേണം. ഒരു കാർപ്പൻ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഉള്ളിയൊക്കെ വേണമല്ലോ. അതുപോലെ പൊളിറ്റിക്കൽ ലീഡറിന് ഒരു സ്ഥാനം ആവശ്യമുണ്ട്. അപ്പോൾ ആ സ്ഥാനം എന്ന് പറയുന്നത് ഒരു അധികാരം എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ ടൂൾ എൻ്റെ കയ്യിൽ തരുന്നില്ല. എനിക്ക് പ്രവർത്തിക്കാനുള്ള, എൻ്റെ ജോലി ചെയ്യാനുള്ള ഒരു ടൂൾ എൻ്റെ കയ്യിൽ തരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഒരു വിഷമത്തിലായിരുന്നു. പിന്നെ പരിപൂർണമായിട്ട് ബോധ്യപ്പെട്ടു ഒരിക്കലും ആ ടൂൾ കിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഓൾറെഡി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ പൊളിറ്റിക്കൽ പാർട്ടി തന്നെ റിവൈവ് ചെയ്ത് എടുത്തുകൊണ്ട് കേരള സമൂഹത്തിലേക്ക് ഇറങ്ങാനാണ് ഇപ്പോഴത്തെ പരിപാടി.